ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസ് മൊറോക്കോയെ പരാജയപ്പെടുത്തിയത്. ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിക്കൊണ്ട് കിലിയൻ എംബപ്പയാണ് ഈ മത്സരത്തിൽ തിളങ്ങിയത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ എംബപ്പയ്ക്ക് ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു. അതായത് എതിർ താരം എംബപ്പയെ ബോക്സിനകത്ത് വീഴ്ത്തുകയായിരുന്നു. പക്ഷെ അതിൽ ശരിക്കും കോണ്ടാക്ട് ഇല്ല, കിലിയൻ എംബപ്പെ ഡൈവ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന ആരോപണങ്ങളും ശക്തമാണ്. ഏതായാലും ആ പെനാൽറ്റി കിലിയൻ എംബപ്പെ പാഴാക്കുകയും ചെയ്തു. ഇപ്പോഴിതാ അതിനെതിരെ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അർജന്റീൻ മാധ്യമ പ്രവർത്തകനായ ഫ്ലാവിയോ അസാറോ. അതായത് കഴിഞ്ഞ അർജന്റീന ഈജിപ്ത് മത്സരങ്ങളെ വിവാദങ്ങൾ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടിയത് സ്പാനിഷ് മാധ്യമങ്ങളാണ്. പലപ്പോഴും റഫറിമാർ അർജന്റീനക്ക് അനുകൂലമായിക്കൊണ്ട് നിലകൊള്ളുന്നു എന്നുള്ള ആരോപണങ്ങൾ ഏറ്റവും കൂടുതൽ ഉയർത്തിയത് സ്പാനിഷ് മാധ്യമങ്ങളാണ്. അതിനെതിരെ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് അർജന്റീൻ മാധ്യമ പ്രവർത്തകനായ ഫ്ലാവിയോ അസാറോ. എംബപ്പെ നല്ല ഒന്നാന്തരം ഡൈവിംഗ് നടത്തിയിട്ടും നിങ്ങൾക്ക് പരാതിയില്ല എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളോട് അദ്ദേഹത്തിന്റെ ചോദ്യം. പരാതി ഉണ്ടാവില്ല, കാരണം നിങ്ങൾ പെരസിന്റെ ആളുകളാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആ അർജന്റീൻ മാധ്യമ പ്രവർത്തകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എംബപ്പെ നടത്തിയത് നല്ല ഒന്നാന്തരം ഡൈവിംഗ് ആണ്, പക്ഷെ ആ പെനാൽറ്റി ഫിക്സഡ് ആണ് എന്നുള്ളത് സ്പാനിഷ് മാധ്യമങ്ങൾ ഒരിക്കലും ആരോപിക്കില്ല. കാരണം എംബപ്പെ റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്ന താരമാണ്. ഭൂരിഭാഗം വരുന്ന സ്പാനിഷ് മാധ്യമങ്ങൾക്കും പണം നൽകുന്നത് റയലും അവരുടെ പ്രസിഡന്റായ പെരസുമാണ്. ഇതാണ് ഫ്ലാവിയോ അസാറോ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആ പെനാൽറ്റിയുടെ പേരിൽ എംബപ്പയ്ക്ക് ഇപ്പോൾ വിമർശനങ്ങൾ ലഭിക്കുന്നുണ്ട്. എംബപ്പെ ഡൈവിംഗ് നടത്തി, എന്നിട്ടും റഫറി അദ്ദേഹത്തിന് പെനാൽറ്റി നൽകി എന്നൊക്കെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നത്. പെനാൽറ്റി പാഴാക്കിയെങ്കിലും അതിൽ നിന്നും ശക്തമായി തിരിച്ചു വരാൻ എംബപ്പയ്ക്ക് കഴിഞ്ഞു. ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി. പക്ഷേ ഫ്രാൻസിന്റെ ആദ്യത്തെ ഗോളിൽ ഹാൻഡ് ബോൾ ഉണ്ടായിരുന്നു എന്ന ഒരു ആരോപണം കൂടി ഇപ്പോൾ മൊറോക്കോയുടെ പരിശീലകൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.